നമസ്കാരം. ചന്ദ്രൻ ചിങ്ങം രാശിയിൽ നിന്നും കന്നി രാശിയിലേക്ക് നീങ്ങാൻ ആരംഭിക്കുകയാണ്. ചന്ദ്രന്റെ ഈ മാറ്റം ഞാൻ ഈ പരാമർശിക്കുന്ന രാശികളിൽ സുപ്രധാനമായ യോഗങ്ങൾ തന്നെ രൂപപ്പെടുന്നതിന് വഴി ഒരുങ്ങുകയാണ്. ചന്ദ്രൻ ചിങ്ങത്തിൽ നിന്നും മാറുന്നതോടെ 4 രാശികളിൽ സൂര്യന്റെ സ്ഥാനം ശക്തിപ്പെടുന്നതാകുന്നു. ഇത് ആയുഷ്മാൻ യോഗം രൂപപ്പെടുന്നതിന് കാരണമായി തീരും. ഈ പ്രധാനപ്പെട്ട യോഗത്താൽ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. എന്തെല്ലാം സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേതൃഗുണം അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതായ സമയമാണ് വന്നു ചേരുക. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ജോലിയിൽ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ പോലും അല്പം കൂടുതലാകുന്നു. താൽക്കാലിക ജോലിയാണ് എങ്കിലും ലഭിക്കാം. കൂടാതെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറുവാൻ ഈ രാശിക്കാർക്ക് അഥവാ ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ജോലിയിൽ മികവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ അവസരമാണ് വന്നു ചേരുക. പുതിയ അവസരങ്ങൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ ഈ സമയം ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തിക ബാധ്യതകൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. മാതാപിതാക്കൾക്കും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സമ്പാദ്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, പുതിയ സമ്പാദ്യം ആരംഭിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ഈ സമയം സാമ്പത്തികപരമായ നിക്ഷേപങ്ങൾ നടത്തുവാൻ ഉത്തമമായ ഒരു സമയം തന്നെയാകുന്നു. എന്നാൽ ശ്രദ്ധയോടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാർക്ക് സാമ്പത്തികപരമായ ഉന്നമനം പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതുമാണ്. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ആഗ്രഹിച്ച രീതിയിൽ ആഡംബര ജീവിതം നയിക്കുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാകുന്നു. കൂടാതെ ഈ സമയം പലവിധ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. ആഗ്രഹിച്ചതെല്ലാം തന്നെ കൈകളിലേക്ക് വന്നു ചേരുക, അല്ലെങ്കിൽ അതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുക, പ്രയത്നങ്ങൾ ഫലം കാണുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പുതിയ വീട്, സ്ഥലം എന്നിവ സ്വന്തമാക്കുവാൻ ഈ സമയം ഇവർക്ക് സാധിക്കുന്നതാണ്. പുതിയ വസ്ത്രങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല ആഘോഷങ്ങളിലും പങ്കെടുക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ, പ്രത്യേകിച്ചും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ചിങ്ങം രാശിക്കാർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം വീടിനോട് ചേർന്ന് പുതിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, വീട്ടുകാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ പുതിയ വീട്ടിൽ താമസിക്കുവാനുള്ള അവസരം, പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം.
ജോലി താൽക്കാലികമാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ കാര്യവിജയം, ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ചില മാനസികപരമായ വിഷമങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുകയോ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുകയോ ചെയ്യാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുകയോ അത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കുവാനോ സാധിക്കുന്നതാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ, അതായത് വന്നു ചേരാൻ സാധ്യതയുള്ള ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. നേതൃത്വ ഗുണങ്ങൾ ഈ രാശിക്കാരിൽ അഥവാ ഈ രാശിയിൽ മികച്ചതായി തീരും. കൂടാതെ ഈ സമയം ജീവിതത്തിൽ വിജയിക്കാൻ ഈ രാശിക്കാർക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും ജോലിയിൽ, ബിസിനസ്സിൽ മികവ് കാണിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതായ അവസരങ്ങളാകുന്നു. കൂടാതെ പുതിയ അവസരങ്ങൾ പോലും ഇവരെ ജീവിതത്തിൽ തേടി എത്തുന്നതായ സമയം കൂടിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ്. കാരണം ഈ സമയം ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം, ബിസിനസ് പരമായി നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നതായ സമയമാകുന്നു. വിദേശ വിദ്യാഭ്യാസം, ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത്തരം അവസരങ്ങൾ വന്നു ചേരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. താൽക്കാലികമായ ആശ്വാസമാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തിക ഭദ്രത നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല ആഗ്രഹങ്ങളും നിറവേറ്റുവാൻ സാധിക്കുന്നതുമാണ്. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പുതിയ വീട്, സ്ഥലം എന്നിവ സ്വന്തമാക്കുവാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ മറ്റ് കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാകുന്നു. മംഗളകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഭവനങ്ങളിൽ സംഭവിക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പുതിയ അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കൂടാതെ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും. മികച്ചതായ നിക്ഷേപങ്ങൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയിൽ മികവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാകുന്നു. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക.